സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രമുഖ ചാനലുകളിലൊന്നാണ് മീഡിയ വൺ. പ്രമോദ് രാമൻ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് മീഡിയ വണ്ണിൻ്റെ എഡിറ്റർ. ഈ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ ഇനി ദയവായി ഒരു നിഷ്പക്ഷ ചാനലാണ് എന്നുള്ള വ്യാജേന പ്രവർത്തിക്കരുത് എന്ന് വളരെ വിനയത്തോടു കൂടി അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. കാരണം അവർ നിഷ്പക്ഷമായിട്ടല്ല വിഷയങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് കൊണ്ടിട്ടാണ്. അവർ നിഷ്പക്ഷതയുടെ ഒരു മൂടുപടം ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ചാനലുകളുണ്ട്. ആ ചാനലുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളാണ്. മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളുമുണ്ട്. അതും അങ്ങനെ പ്രവർത്തിക്കുന്ന ചാനലുകളാണ്. പക്ഷേ തങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യാജേന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പരിപാടിയുണ്ടല്ലോ, ഇത് മീഡിയ വൺ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇപ്പോൾ മുസ്ലിം ജനസാമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിന് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയണം. ഇപ്പോൾ ജനം ചാനലിനെ സംബന്ധിച്ചിടത്തോളം ജനം ചാനൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണെന്ന് ആരും പറയില്ല. അതിലങ്ങനെ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തങ്ങൾ മുസ്ലിം ജനസാമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിൽ വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ തങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ള വ്യാജേന ഇങ്ങനെ ഒരു മതവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പണി മീഡിയ വൺ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാനുള്ള പ്രകോപനം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയിട്ടുള്ള ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയിട്ടുള്ള ഒരു ചർച്ചാ പരിപാടിയാണ്. സാമാന്യം തെറ്റില്ലാതെ വ്യൂവർഷിപ്പുള്ള ഒരു പരിപാടിയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ അജിംസ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ദാവൂദ് എന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നൊരു മാധ്യമപ്രവർത്തകനും പിന്നെ വേറൊരു വനിതയും അതിനകത്ത് ഇപ്പോൾ വരുന്നുണ്ട്. ഇടയ്ക്ക് നിഷാദ് എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകനും വരുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ നിഷാദും ഈ അജിംസും ഈ ദാവൂദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ്. ഇവർ 3 പേരും കൂടി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതോ വനിതയായിരുന്നു എന്ന് എനിക്കറിയില്ല. നിഷാദായിരുന്നു. അവർ 3 പേരും കൂടി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. ആ ചർച്ചയുടെ പേര് പോരാളി ഷാജിയും കാഫിറും എന്നായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായ പേരിൽ നിന്ന് നമുക്കറിയാമല്ലോ. അതായത് പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉയർന്നു വന്നല്ലോ. പോരാളി ഷാജി പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയൊക്കെ വിമർശിച്ചപ്പോൾ എം പി ജയരാജൻ അതിനെതിരെ വിമർശനമായി വന്നു. അതിനെതിരെ തിരിച്ചടിച്ചുകൊണ്ട് പോരാളി ഷാജി വന്നു. അതൊരു വലിയ വിവാദമായിരുന്നു. അതേസമയത്ത് തന്നെ ഈ കാഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ലതികയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ വിവാദം. ഈ 2 വിവാദങ്ങൾ ഉയർന്നു വന്ന സമയത്താണ് പോരാളി ഷാജിയും കാഫറും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച അവർ നടത്തിയത്. സ്വാഭാവികമായും പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അവർ നടത്തുമ്പോൾ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം വന്ന പോരാളി ഷാജി CPM-നെ അടിച്ചു, CPM തിരിച്ച് പോരാളി ഷാജിക്കെതിരെ അടിച്ചു, പോരാളി ഷാജി CPM-നെതിരെ അടിച്ചു. ഇത് ചർച്ച ചെയ്യുന്നതാണല്ലോ നമ്മൾ വിചാരിക്കുക. സാധാരണ രീതിയിലുള്ള ചർച്ചകൾ മുഴുവൻ അങ്ങനെയാണ് നടന്നത്. ഈ ചർച്ച തുടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ അവതാരകർ, ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മുസ്ലിം പ്രീണനം എന്ന വിഷയത്തിലേക്ക് അവരങ്ങ് കേന്ദ്രീകരിച്ചു. കാരണം പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം വേണമല്ലോ ചർച്ച ചെയ്യാൻ. അത് CPM-നിട്ട് അവരടിച്ചതും CPM തിരിച്ചടിച്ചതുമാണല്ലോ. അവിടെ നിന്ന് അവരങ്ങ് മാറിയിട്ട് മുസ്ലിം പ്രീണനം എന്നുള്ള വിഷയത്തിലേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, പല വെബ് ഹാൻഡിലുകളും പറഞ്ഞത് ഇത് പാർട്ടി മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നാണ്. അവരിതിനകത്തുനിന്ന് മാറിയിട്ട് പറയാണ് പാർട്ടി മുസ്ലിം പ്രീണനം എന്ന ആരോപണം ഉന്നയിക്കുന്നത് BJP-ക്കാരല്ല, പാർട്ടി അണികൾ, പാർട്ടി പ്രവർത്തകർ, അവരുടെ ഇടയിലുള്ള വികാരമായിട്ടാണ് ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതിലൊന്ന് മുസ്ലിം ലീഗിനെ അനാവശ്യമായി പ്രീണിപ്പിക്കുന്നു, മുസ്ലിം ലീഗിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു, മുസ്ലിം ലീഗുകാരെ സെമിനാറിൽ പങ്കെടുപ്പിക്കുന്നു, മലപ്പുറത്ത് പലസ്തീൻ റാലി നടത്തുന്നു, സമസ്ത നേതാക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതൊക്കെയാണ് മുസ്ലിം പ്രീണനമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് അവർ പറയുന്നു. അപ്പോൾ എന്നിട്ട് അജിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകൻ പറയുന്നു, മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുക എന്നത് രാഷ്ട്രീയമായ ഒരു ശരികേടാണോ? അല്ല എന്നാണ് വാദം.
കാരണം മുന്നണി വിപുലീകരണം LDFിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസിന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് മുസ്ലിം പ്രീണനമാണല്ലോ, LDFിനാണല്ലോ ഗുണം എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ് ഈ ചർച്ച അവതാരകൻ. അപ്പോൾ പോരാളി ഷാജിയെക്കുറിച്ചുള്ള ചർച്ച മുസ്ലിം പ്രീണനം എന്നുള്ള വാദം ശരിയാണോ തെറ്റാണോ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിഷ്പക്ഷം എന്ന് പറയുന്ന ഈ ചാനൽ കൊണ്ടുപോവുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ മുസ്ലിം CPM നടത്തിയിട്ടുള്ള ചില ഞാണുമക്കളികളുണ്ട്. ആ ഞാണുമക്കളികളെല്ലാം ന്യായീകരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ LDFിലേക്ക് കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് എന്ത് ശരികേടാണെന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് ശരികേടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. LDF വിപുലീകരണം എന്ന് പറയുന്നതാണോ CPMൻ്റെ നയം? അത് ഇവരൊന്ന് ചിന്തിക്കേണ്ട. കാരണം അവർക്കതിനെക്കുറിച്ചിട്ട് ബോധമില്ലാത്തതല്ല, അവരുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ LDF വിപുലീകരിക്കുക എന്നുള്ളത് CPMൻ്റെ നയമല്ല. CPMൻ്റെ നയം മതേതരത്വത്തിലൂന്നിയ നയമാണ്. ആ നയത്തിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഒരു സ്ഥാനമില്ല. ആ നയത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് കേരള കോൺഗ്രസിനെ ഇതിനകത്തേക്ക് കൊണ്ടുപോയത്. വിപുലീകരണം എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അടിത്തറയില്ല. ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയില്ലാത്ത CPMൻ്റെ അടിസ്ഥാന നയത്തിന് വിരുദ്ധമായിട്ടുള്ള നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പലസ്തീൻ റാലി നടത്തിയതും എന്നൊക്കെ ആർക്കാണ് അറിയാൻ പാടില്ലാത്ത? ഈ അജിംസിനും ഈ നിഷാദിനും ഈ ദാവൂദ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം അല്ലാതെ ആർക്കാണ് ഇതൊക്കെ അറിയാൻ മേലാത്തത്? എന്നിട്ട് പറയുകയാണ് ഈ CPMൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്ന പോലെയാണ് ഈ അജിംസ് എന്ന് പറഞ്ഞ ആൾ അവിടെ ഇരുന്നുണ്ട്. പറഞ്ഞ ആൾ പറയുന്നതാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ അന്താരാഷ്ട്രം, ദേശീയം, പ്രാദേശികം എന്നൊക്കെ വിശകലനം ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞു. ഓ എൻ്റെ അമ്മോ, അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ അതിൻ്റെ അന്താരാഷ്ട്ര വിഷയമാണ് പാലസ്തീൻ CPMൻ്റെ പുതിയ നിലപാടല്ല. 60കൾ മുതൽ CPM ഉയർത്തിപ്പിടിക്കുന്നു. പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ സ്വതന്ത്ര പാലസ്തീന് വേണ്ടി പ്രവർത്തിക്കുന്നു. CPMൻ്റെ പതിറ്റാണ്ടിലൂടെയുള്ള രാഷ്ട്രീയ നിലപാടാണത്. ഈ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണോ CPM ഇപ്പോൾ ഇവിടെ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഈ അജിൻസ് എന്ന് പറഞ്ഞ ഈ മാധ്യമപ്രവർത്തനം നെഞ്ചത്തൊന്ന് കൈവച്ചേ. അതായത് അവിടെ പാലസ്തീൻ്റെ റാലി നടത്തി, മുസ്ലിം ലീഗുകാരെ സെമിനാറിന് വിളിക്കുന്നു, മറ്റേ CAA ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തിൽ അവരെ വിളിക്കുന്നു, ഏകീകൃത സിവിൽ കോഡിൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് അവരെ വിളിക്കുന്നു. ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ എന്ത് രാഷ്ട്രീയമാണ് മിസ്റ്റർ അജിൻസ് ഇതിനകത്തൊക്കെ ഉള്ളത്? ഇതൊക്കെ എങ്ങനെയെങ്കിലും അധികാരത്തിലിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട സമീപനമല്ല. അതിനെയല്ലേ ജനങ്ങൾ ഇത്തവണ തള്ളിക്കളഞ്ഞത്? അതാണെന്നിരിക്കെ തങ്ങളുടെ വർഗീയമായിട്ടുള്ള നിലപാടിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ അജിൻസ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ CPMൻ്റെ വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടെടുത്തങ്ങോട്ട് വിളമ്പുകയാണ്. പരമ പുച്ഛമാണ് തോന്നുന്നത്. അപ്പോൾ ഇത് മുസ്ലിം പ്രീണനമാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് മുസ്ലിം പ്രീണനമാണെന്ന് CPMൻ്റെ അണികൾക്ക് തന്നെ തോന്നാനുള്ള കാര്യം ഈ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഈ നാണം കെട്ട സമീപനങ്ങളാണ്. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. എന്നിട്ടത് കൊണ്ടുചെന്ന് കയറ്റുന്ന എവിടെയാണെന്നറിയാമോ? ഈ രാഷ്ട്രീയ നിലപാട് പാർട്ടിയുടെ അണികളായ പാർട്ടിക്കാർക്ക് തോന്നണമെങ്കിൽ ആ തോന്നൽ എവിടെ നിന്ന് വന്നു എന്ന് പരിശോധിക്കണം. അപ്പോൾ പറയുന്നത് എന്താ? CPM എടുക്കുന്ന ഈ സമീപനമൊന്നും തെറ്റായ സമീപനമല്ല. ഇതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ്. പക്ഷേ അത് മുസ്ലിം പ്രീണനമാണെന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിൽ ചില കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തുന്നു. അതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക്. എൻ്റെ പൊന്ന് അജിൻസ്, ഇതൊക്കെ ഇത്തിരി കടുപ്പം തന്നെയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നു ഉത്സവ കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പുകൾ, റെസിഡൻസ് അസോസിയേഷൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഫാമിലികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതിലൂടെയൊക്കെ ഈ കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ തൽപര കക്ഷികൾ CPMൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് കയറ്റിവിടുന്നു. പാർട്ടിക്കാർ ഇത്തരം ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണെങ്കിൽ അവർ അതാണ് വായിക്കുന്നത്. അവർക്കാരാണ് ഇത്തരം കണ്ടൻറ്റ് എത്തിച്ചു കൊടുക്കുന്നത്? ഇതൊക്കെ പാർട്ടി ചിന്തിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. നിഷ്പക്ഷ ചാനലാണെന്നും പറഞ്ഞ് നിന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാണുമക്കളി നടത്തി നാണം കെട്ട് തലയും കുത്തി വീഴുകയാണ് ഈ അജിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ. CPM നടത്തുന്ന ഏറ്റവും നാണം കെട്ട വർഗീയ കളി, ആ കളിയെല്ലാം CPMനേക്കാൾ കൂടുതൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിലെ ഈ ചർച്ചക്കാർ. അതുകൊണ്ട് ഇനിയെങ്കിലും അവരിതിനകത്തൊക്കെ പരാജയപ്പെടുകയാണ്. അവർ ഈ ചർച്ചയിൽ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ചർച്ചയ്ക്ക് എടുക്കുന്നതേയില്ല. പോരാളി ഷാജി CPMനെതിരെ അടിച്ചു, CPM പോരാളി ഷാജിക്കെതിരെ അടിച്ചു. അതായിരുന്നു വിവാദം. CPMനെ അതിരൂക്ഷമായി വിമർശിച്ചു പോരാളി ഷാജി. ആ വിഷയമായിരുന്നു ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ പേരിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ നാണംകെട്ട കളി
ഇത് പരാജയപ്പെടുകയാണെന്ന് കാണാൻ ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അവർ ദയവ് ചെയ്ത് നിഷ്പക്ഷ ചാനലാണ് എന്നവർ പറയരുതിനി. അതാരും വിശ്വസിക്കില്ല. നിഷ്പക്ഷ ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഈ പണി മീഡിയ വൺ നിർത്തണം. ജനം ചാനൽ പോലെ മറ്റൊരു ചാനലാണ് മീഡിയ വൺ എന്നുള്ളത് കാണുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ജനം ചാനൽ BJPയുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യമാണ്, മുഴുവൻ മുസ്ലിങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിച്ചതെന്ന് ഞാൻ പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യമാണ് മീഡിയ വൺ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ ഇനി അവർ മുന്നോട്ട് പോകാവൂ എന്നാണ് എനിക്ക് അവരോട് വളരെ വിനയപുരസരം അവരോട് പറയാനുള്ളത്.